നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. 2026 ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് വസ്തുതകളുടെ ഡിസ്കഷൻ ആണ്. കൂടുതലും മെയ് ജൂൺ മാസത്തിലെ കറണ്ട് അഫയേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്ലാസ് കഴിഞ്ഞിട്ട് ഇതിന്റെ PDF നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ യെസ് എന്ന് കമന്റ് ചെയ്താൽ മതി. നമ്മുടെ ഹർഷിതം എഡ്യൂടെക്കിന്റെ ടെലഗ്രാം ചാനൽ ഞാൻ എന്തായാലും എന്റെ PDF ഇട്ട് തന്നേക്കാം. അപ്പൊ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവരൊക്കെ ജോയിൻ ചെയ്തോളാം. യൂട്യൂബ് വീഡിയോയില് ഫസ്റ്റ് കമന്റിൽ തന്നെ ഞാൻ ടെലഗ്രാമിന്റെ ലിങ്ക് പിൻ ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ചെയ്താലോ. ആദ്യത്തെ ചോദ്യം, 2026 IPL കിരീടം നേടിയ ടീം ഏതാണ്? റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു. RCBയുടെ രണ്ടാം കിരീടമാണ്. കഴിഞ്ഞ വർഷം 2025 കിരീടം നേടിയത് RCB തന്നെയാണ്. അപ്പൊ 2026 IPL ഫൈനലിൽ ഏത് ടീമിനെയാണ് RCB പരാജയപ്പെടുത്തിയത്? GT ഗുജറാത്ത് ടൈറ്റൻസിനെയാണ് ഫൈനലിൽ RCB പരാജയപ്പെടുത്തിയത്. കിട്ടിയല്ലോ. അപ്പൊ 2026 IPL ക്രിക്കറ്റ് കിരീടം നേടിയ ടീം ഏതാ? റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ആണ്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ മൂന്നാമത്തെ സംയുക്ത സൈനിക മേധാവിയായി ചുമതലയേറ്റത് ആരാണ്? ജനറൽ NS രാജസുബ്രമണി. CDS അല്ലെങ്കിൽ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് എന്ന് പറയും. അതാണ് സംയുക്ത സൈനിക മേധാവി. അതായത് ഇന്ത്യയുടെ കര, നാവിക, വ്യോമ സേനകളുടെ ഏകോപനത്തിനു വേണ്ടി രൂപീകരിച്ച ഉയർന്ന പദവിയാണ് CDS അഥവാ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ്. സംയുക്ത സൈനിക മേധാവി എന്ന് മലയാളത്തിൽ പറയും. ഇനി ഇന്ത്യയുടെ ഒന്നാമത്തെ CDS, ഒന്നാമത്തെ സംയുക്ത സൈനിക മേധാവി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ജനറൽ ബിപിൻ റാവത്ത് ആണ്. ജനറൽ ബിപിൻ റാവത്ത്. രണ്ടാമത്തത് ആരായിരുന്നു? ജനറൽ അനിൽ ചൗഹാൻ ആയിരുന്നേ. രണ്ടാമത്തത് ജനറൽ അനിൽ ചൗഹാൻ. മൂന്നാമത്തത് NS രാജസുബ്രമണി. കിട്ടിയല്ലോ. ഒന്നാമത്തത് ആരായിരുന്നു? ഒന്നാമത്തെ CDS ആരായിരുന്നു? ബിപിൻ റാവത്ത് ആയിരുന്നു. രണ്ടാമത്തെ CDS ആരായിരുന്നു? അനിൽ ചൗഹാൻ ആയിരുന്നു. മൂന്നാമത്തെ CDS ആരാണ്? NS രാജസുബ്രമണി. സെറ്റ് അല്ലേ? അടുത്ത ചോദ്യം, കർണാടക മുഖ്യമന്ത്രിയായി അടുത്തിടെ ചുമതലയേറ്റത് ആരാണ്? DK ശിവകുമാർ. DK ശിവകുമാർ ആണ് കർണാടക മുഖ്യമന്ത്രിയായി അടുത്തിടെ ചുമതലയേറ്റത്. ആരുടെ പിൻഗാമിയായിട്ടാ വന്നേക്കുന്നത്? സിദ്ധരാമയ്യ സ്ഥാനമൊഴിഞ്ഞ് രാജിവെച്ച ഒഴിവിലേക്കാണ് DK ശിവകുമാർ കർണാടക മുഖ്യമന്ത്രിയായി ചുമതലയേറ്റത്. ഓക്കെ, അപ്പൊ ഈ 3 ചോദ്യവും കിട്ടിയല്ലോ. 2026 IPL കിരീടം നേടിയ ടീം RCB ആണ്. ഇന്ത്യയുടെ മൂന്നാമത്തെ സംയുക്ത സൈനിക മേധാവി ജനറൽ NS രാജസുബ്രമണി. 1ഉം 2ഉം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. കർണാടക മുഖ്യമന്ത്രിയായി ചുമതലയേറ്റത് ആരാണ്? DK ശിവകുമാർ ആണ്. DK ശിവകുമാർ. ഓക്കെ, അപ്പൊ നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിലെ LDCയുടെ പുതിയ ബാച്ചിന്റെ അഡ്മിഷൻ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആകെ 50 സീറ്റ്സേ ഇനി ബാക്കിയുള്ളൂ കേട്ടോ. അപ്പൊ നമ്മൾ സീറ്റ്സ് ഇങ്ങനെ ഫിൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. ക്ലാസ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. 2 ദിവസം ആയതേ ഉള്ളൂ. അപ്പൊ ഇത്രയും വേഗം തന്നെ കയറി ജോയിൻ ചെയ്തോളാം. 2027 ഡിസംബർ 31 വരെ വാലിഡിറ്റി ഉള്ള കോഴ്സാണ്. ഈ കോഴ്സിന്റെ പ്രത്യേകത, നിങ്ങൾക്ക് നോട്ട് പ്രിന്റ് എടുക്കാൻ പറ്റും. പ്രിന്റ് എടുക്കാൻ പറ്റുന്ന നോട്ട് ഉൾപ്പെടെയാണ് ഫുൾ ക്ലാസ്സുകൾ ഞാൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒന്നും നിങ്ങൾ പുറത്തുനിന്ന് പഠിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഈ ബാച്ച് സ്പെഷ്യലി ഫോർ വീട്ടമ്മമാര്, ജോലി ചെയ്തുകൊണ്ട് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികള്, അതുപോലെ സ്റ്റുഡൻസ്, ബിഗിനേഴ്സ് എല്ലാവർക്കും വേണ്ടി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ബാച്ചാണ്. അതുകൊണ്ട് തന്നെ ഒരു ദിവസം 2 മണിക്കൂർ അല്ലെങ്കിൽ 2.5 മണിക്കൂർ മാത്രമേ മാക്സിമം പഠിക്കേണ്ടതായിട്ട് വരുന്നുള്ളൂ. ഇത്രയും വേഗം തന്നെ കയറി ജോയിൻ ചെയ്തോളാം. കറണ്ട് അഫയേഴ്സും BSc പ്രീവിയസ് ക്വസ്റ്റ്യൻസും വിത്ത് റിലേറ്റഡ് ഫാക്ട്സ്, അതുപോലെ പഴയ CRT, പുതിയ CRT, NCRT എല്ലാം ഉണ്ടായിരിക്കും. ഫുൾ സിലബസ് കവറേജ് ആണ്, ഇൻക്ലൂഡിംഗ് സ്പെഷ്യൽ ടോപ്പിക്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയാലോ. 2026 ജൂൺ 5 ലോക പരിസ്ഥിതി ദിനത്തിൽ ഇന്ത്യയിലെ 100ാമത്തെ റംസാർ സൈറ്റായി പ്രഖ്യാപിക്കപ്പെട്ട ജയപ്രകാശ് നാരായൺ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? ഉത്തർപ്രദേശിലാണ് ജയപ്രകാശ് നാരായൺ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഇന്ത്യയിൽ നിലവിൽ 2026 ജൂൺ 5 കണക്കനുസരിച്ച് ഇന്ത്യയിൽ 100 റംസാർ സൈറ്റുകളാണ് ഉള്ളത്. ആഗോളതലത്തിൽ നോക്കുകയാണെങ്കിൽ ഇപ്പൊ 3ാം സ്ഥാനമാണ്. റംസാർ സൈറ്റുകളുടെ എണ്ണത്തിൽ 3ാം സ്ഥാനമാണ് ഇന്ത്യക്ക്. 1ാം സ്ഥാനം UK-ക്കാണ്, 2ാം സ്ഥാനം മെക്സിക്കോയ്ക്കാണ്, 3ാം സ്ഥാനം ഇന്ത്യക്ക് എത്ര റംസാർ സൈറ്റ് ആണുള്ളത്? 100 റംസാർ സൈറ്റ് ആണുള്ളത്. 100ാമത്തെ റംസാർ സൈറ്റ് ഉത്തർപ്രദേശിൽ നിന്നുള്ള പക്ഷി സങ്കേതമാണ് ജയപ്രകാശ് നാരായൺ പക്ഷി സങ്കേതം. അപ്പൊ 100 പഠിക്കുമ്പോൾ 99, 98, 97 കൂടി ഒന്ന് ഓർത്തിരിക്കുക. 99ാമത്തത് ഷേഖാജിയിൽ പക്ഷി സങ്കേതം, അതും ഉത്തർപ്രദേശിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്.
98ാമത് ഝാരിദാന്താണ് ഗുജറാത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. 97ാമത് പാട്ന പക്ഷി സങ്കേതം എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? ഉത്തർപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ 97ാമത്തെ റംസാർ സൈറ്റ് പാട്ന, 98ാമത്തത് ഝാരിദാന്ത്, 99 ഷേഖാജിൽ, ഇനി 100ാമത്തത് ജയപ്രകാശ് നാരായൺ. കേരളത്തിൽ നിന്നുള്ള എത്ര സൈറ്റുകളാണ് റംസാർ പട്ടികയിൽ ഉൾപ്പെട്ടത് എന്ന് ചോദിച്ചാൽ 3 എണ്ണമാണ്. ഏതൊക്കെ? ശാസ്താംകോട്ട, അഷ്ടമുടി, വേമ്പനാട് എന്നിവയാണ് റംസാർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള കേരളത്തിലെ സൈറ്റുകൾ. ഓക്കെ, അപ്പൊ സെറ്റ് അല്ലേ? അടുത്ത ചോദ്യം നോക്കാം. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ടീമിൽ ഉൾപ്പെടുന്ന ആദ്യ മലയാളി ആരാണ്? തഹസിൻ മുഹമ്മദ് ജംഷീദ് ആണ്. തഹസിൻ മുഹമ്മദ് ജംഷീദ് ഖത്തർ ടീമിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്. നമ്മുടെ ഹർഷിത മെജൂടെക്കിന്റെ ടെലഗ്രാം ചാനലില് ഞാൻ ഓരോ ദിവസത്തെയും പത്രവാർത്തകൾ, പ്രധാനപ്പെട്ട പത്രവാർത്തകൾ കുറിപ്പായിട്ട് കൊടുക്കാറുണ്ട്. പരീക്ഷയ്ക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു പോർഷനാണ്. എന്തായാലും നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരെ ജോയിൻ ചെയ്തോളാം. ടെലഗ്രാമിൽ കയറിയിട്ട് ഹർഷിത മെജൂടെക് എന്ന് സെർച്ച് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഈ വീഡിയോയുടെ യൂട്യൂബ് ചാനലിലെ ഈ വീഡിയോയുടെ ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ചോദ്യം. തഹസിൻ മുഹമ്മദ് ജംഷീദ് ആണ്, മലയാളിയാണ്. ലോകകപ്പ് ഫുട്ബോൾ ടീമിൽ ഉൾപ്പെടുന്ന ആദ്യത്തെ മലയാളി തലശ്ശേരിക്കാരനാണെന്നും കൂടി ഓർക്കുക. ഓക്കെ, ചോദ്യം. 2026 ലോക പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം. ലോക പരിസ്ഥിതി ദിനം എന്നാണ്. ജൂൺ മാസം 5 ലോക പരിസ്ഥിതി ദിനം. 2026 പ്രമേയം എന്താണെന്ന് ചോദിച്ചാൽ പ്രകൃതിയിൽ നിന്ന് പ്രചോദനം, കാലാവസ്ഥയ്ക്കായി, നമ്മുടെ ഭാവിക്കായി. മലയാളത്തിലും നോക്കണം, ഇംഗ്ലീഷിലും നോക്കണം. ഇംഗ്ലീഷിൽ എങ്ങനെയാ പറയാ? ഇൻസ്പയർഡ് ബൈ നേച്ചർ ഫോർ ക്ലൈമറ്റ് ഫോർ അവർ ഫ്യൂച്ചർ. ഇൻസ്പയർഡ് ബൈ നേച്ചർ ഫോർ ക്ലൈമറ്റ് ഫോർ അവർ ഫ്യൂച്ചർ. ഇപ്പൊ 2026 ലോക പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം എന്താണെന്ന് ചോദിച്ചാൽ പ്രകൃതിയിൽ നിന്നും പ്രചോദനം, ഇൻസ്പയർഡ് ബൈ നേച്ചർ. പ്രകൃതിയിൽ നിന്നും പ്രചോദനം, ഇൻസ്പയർഡ് ബൈ നേച്ചർ, കാലാവസ്ഥയ്ക്കായി, നമ്മുടെ ഭാവിക്കായി. ഫോർ ക്ലൈമറ്റ് ഫോർ അവർ ഫ്യൂച്ചർ. 2026 ലോക പരിസ്ഥിതി ദിനത്തിന്റെ ആതിഥേയ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അസർബൈജാൻ. അസർബൈജാൻ ആണ് ആതിഥേയ രാജ്യം. ആതിഥേയ നഗരം ഏതാന്ന് ചോദിച്ചാൽ ബാക്കു എന്ന നഗരമാണ്. ഇനി ലോക പരിസ്ഥിതി ദിനത്തിന്റെ ദിനാചരണ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകുന്ന UN സംഘടന ഏതാണ്? UNEP ആണ്. യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാം ആണ് ഈ പരിസ്ഥിതി ദിനാചരണങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ഓക്കെ, അപ്പൊ 2026 ലോക പരിസ്ഥിതി ദിനത്തിന്റെ ആതിഥേയ രാജ്യം ഏതാണ്? റിപ്പബ്ലിക് ഓഫ് അസർബൈജാൻ ആണ്. നഗരം ചോദിച്ചാൽ അസർബൈജാനിലെ ബാക്കു നഗരമാണെന്ന് ഓർക്കുക. ഇനി തീം, പ്രമേയം എന്താണ്? ഇൻസ്പയർഡ് ബൈ നേച്ചർ ഫോർ ക്ലൈമറ്റ് ഫോർ അവർ ഫ്യൂച്ചർ എന്നതാണ് തീം. പ്രകൃതിയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് കാലാവസ്ഥയ്ക്കായി, നമ്മുടെ ഭാവിക്കായി. ഈ 3 ചോദ്യവും കിട്ടിയല്ലോ. ഇനി 2026 പരിസ്ഥിതി ദിന ക്യാമ്പയിന്റെ ഔദ്യോഗിക ഹാഷ്ടാഗ് അല്ലെങ്കിൽ ഔദ്യോഗിക സന്ദേശം എന്താണെന്ന് ചോദിച്ചാൽ നൗ ഫോർ ക്ലൈമറ്റ് എന്നതാണ് ഔദ്യോഗിക സന്ദേശം. എന്താണ്? നൗ ഫോർ ക്ലൈമറ്റ്. നൗ ഫോർ ക്ലൈമറ്റ്, കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെ ഉടനടി പ്രവർത്തിക്കാൻ ആഹ്വാനം ചെയ്യുക എന്നതാണ് ഈ വർഷത്തെ സന്ദേശം. സന്ദേശം, പ്രമേയം വേറെ, സന്ദേശം വേറെ. സന്ദേശം എന്താണെന്ന് ചോദിച്ചാൽ നൗ ഫോർ ക്ലൈമറ്റ് എന്നതാണ്. ഇനി ലോക പരിസ്ഥിതി ദിനാചരണങ്ങൾക്ക് ആഗോളതലത്തിൽ നേതൃത്വം നൽകുന്ന സംഘടന ഏതാന്ന് പറഞ്ഞു? UNEP. UNEPയുടെ ഫുൾ ഫോം BSc എപ്പോഴും ചോദിക്കാറുണ്ട്. യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാം അല്ലെങ്കിൽ ഐക്യരാഷ്ട്ര പരിസ്ഥിതി പ്രോഗ്രാം ആണ് ആഗോളതലത്തിൽ ഈ ദിനാചരണ ആഘോഷങ്ങൾക്ക് ഒക്കെ നേതൃത്വം നൽകുന്നത്. ഇനി 2025 തീമും ആതിഥേയ രാജ്യവും കൂടി ഒന്ന് നോക്കാം. ആതിഥേയ രാജ്യം ദക്ഷിണ കൊറിയ ആയിരുന്നേ. റിപ്പബ്ലിക് ഓഫ് കൊറിയ. റിപ്പബ്ലിക് ഓഫ് കൊറിയ. എന്തായിരുന്നു പ്രധാന ലക്ഷ്യം അല്ലെങ്കിൽ പ്രമേയം? പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക എന്നതായിരുന്നു പ്രമേയം. ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ. 2025. 2024 പ്രമേയം കൂടി ഓർക്കുക. ആതിഥേയ രാജ്യം ഏതായിരുന്നു? സൗദി അറേബ്യ. സൗദി അറേബ്യ. ഇതിന്റെ നോട്ട് വേണമെന്നുണ്ടെങ്കിൽ എസ് താഴെ മറക്കാതെ കമന്റ് ചെയ്തേക്കാം. ഇതിന്റെ പ്രമേയം 2024 പ്രമേയം എന്തായിരുന്നു? ഭൂമി പുനരുജ്ജീവിപ്പിക്കൽ, മരുഭൂവൽക്കരണം, വരൾച്ച പ്രതിരോധം. ഭൂമി പുനരുജ്ജീവിപ്പിക്കൽ, മരുഭൂവൽക്കരണം, വരൾച്ച പ്രതിരോധം എന്നതായിരുന്നു 2024 തീം. ഒരുപാട് തവണ PSC ചോദിച്ചു. ഈ വർഷം നടന്ന പരീക്ഷയ്ക്കും കഴിഞ്ഞ വർഷം നടന്ന പരീക്ഷയ്ക്കും ഒക്കെ ചോദിച്ചു. അപ്പൊ 2024 തീം, 25 തീം, 26 തീം ഓർത്തിരിക്കുമല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അപ്പൊ നമ്മുടെ ബാച്ചിന്റെ കാര്യം മറക്കണ്ട. ഇനി 50 സീറ്റ്സും കൂടെ ബാക്കിയുള്ളൂ. എത്രയും വേഗം തന്നെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ കയറി ജോയിൻ ചെയ്തോളൂ. അവിടെ 2 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ഫീസ് അടയ്ക്കാനും പറ്റുവേ. 2026
ഏഷ്യൻ അണ്ടർ-20 ചാമ്പ്യൻഷിപ്പിൽ 1-ാം സ്ഥാനം നേടിയ രാജ്യം ഏതാണ്? ചൈന. ചൈനയ്ക്കാണ് 1-ാം സ്ഥാനം ലഭിച്ചത്. 2026 ഏഷ്യൻ അണ്ടർ-20 ചാമ്പ്യൻഷിപ്പിൽ 1-ാം സ്ഥാനം നേടിയ രാജ്യം ഏതാണ്? ചൈനയാണെന്ന് ഓർക്കുക, ചൈന. അടുത്തത് വളരെ പ്രധാനപ്പെട്ട ചോദ്യം. കേരള സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ, ചീഫ് ഇലക്ടറൽ ഓഫീസർ ആയിട്ട് നിയമിതനായത് ഡോക്ടർ എ കൗശികനാണ്. ഡോക്ടർ എ കൗശികൻ. നേരത്തെ ആരായിരുന്നു? രത്തൻ യു ഖേൽക്കർ ആയിരുന്നു. ഇദ്ദേഹം മുഖ്യമന്ത്രിയുടെ വി.ഡി. സതീശന്റെ സെക്രട്ടറി ആയിട്ട് നിയമിതനായ ആ ഒരു ഒഴിവിലേക്കാണ് എ കൗശികൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ആയിട്ട് നിയമിതനായത്. സെറ്റല്ലേ? അടുത്തതും ഒരു നിയമനമാണ്. CBSEയുടെ പുതിയ ചെയർമാനായി നിയമിതനായത്, ചെയർമാൻ അല്ലെങ്കിൽ ചെയർപേഴ്സൺ, LP സീതാറാം ആണ്. ഇദ്ദേഹത്തിന്റെ ഫുൾ നെയിം അല്ലെങ്കിൽ ഫുൾ ഫോം ചോദിച്ചാൽ ലോഖണ്ഡെ പ്രശാന്ത് സീതാറാം. LP സീതാറാം എന്ന് പഠിച്ചു പോയിട്ട് ഓപ്ഷനിൽ ഇത് കാണുമ്പോൾ അയ്യോ ഇതല്ലല്ലോ ഞാൻ പഠിച്ചത് എന്ന് വിചാരിക്കരുത്. അതുകൊണ്ട് ഫുൾ നെയിമും കൂടി പഠിച്ചു വെക്കുക. ലോഖണ്ഡെ പ്രശാന്ത് സീതാറാം എന്ന LP സീതാറാം ആണ് CBSEയുടെ പുതിയ ചെയർമാൻ. നേരത്തെ ആരായിരുന്നു? ഒരുപാട് വിവാദങ്ങളൊക്കെ ഉണ്ടായതാണ് അല്ലെ. അപ്പൊ നേരത്തെ ആരായിരുന്നു? രാഹുൽ സിംഗ് ആയിരുന്നു ചെയർമാൻ. രാഹുൽ സിംഗ്. ഇദ്ദേഹം രാജിവെച്ച ഒഴിവിലാണ് LP സീതാറാം നിയമിതനായിരിക്കുന്നത്. അടുത്തതൊരു പുസ്തകമാണ്. ഗാന്ധി എ വെജിറ്റേറിയൻ ഇൻ ലണ്ടൻ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? രാമചന്ദ്ര ഗുഹ. രാമചന്ദ്ര ഗുഹയാണ് ഗാന്ധി എ വെജിറ്റേറിയൻ ഇൻ ലണ്ടൻ എന്ന പുസ്തകത്തിന്റെ രചയിതാവ്. ആരാണ്? രാമചന്ദ്ര ഗുഹ. രാമചന്ദ്ര ഗുഹ. രാമചന്ദ്ര ഗുഹ. സെറ്റ് അല്ലേ? 4 ചോദ്യവും കിട്ടിയല്ലോ. അടുത്തതിലേക്ക് പോകാം. അടുത്ത ചോദ്യം നോക്കിയാലോ. ഇതൊരു നിയമനമാണ്. 2026 പുതിയ എക്സൈസ് കമ്മീഷണറായി നിയമിതനായത് ആരാണ്? ശ്രീറാം സാംബശിവ റാവു. അപ്പൊ ഈ ഒരൊറ്റ ക്ലാസ്സിൽ തന്നെ ഒരുപാട് നിയമനങ്ങൾ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ക്ലാസ് ആണ്. 2026 പുതിയ എക്സൈസ് കമ്മീഷണറായി, കേരളത്തിന്റെ പുതിയ എക്സൈസ് കമ്മീഷണറായി നിയമിതനായത് ആരാണ്? ശ്രീറാം സാംബശിവ റാവു. ശ്രീറാം സാംബശിവ റാവു. 2026 കേരള സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവ ഗാനം രചിച്ചത് ആരാണ്? കവി റഫീഖ് അഹമ്മദ് ആണ്. റഫീഖ് അഹമ്മദ് ആണ് 2026 കേരള സംസ്ഥാന പ്രവേശനോത്സവ ഗാനം രചിച്ചത്. അടുത്തത് ഒരു പുരസ്കാരമാണ്. 2026 ഉള്ളൂർ അവാർഡിന് അർഹമായ കൃതി ഏതാ? യക്ഷികളുടെ പരിണാമം. PP ശ്രീധരനുണ്ണി രചിച്ച യക്ഷികളുടെ പരിണാമം എന്ന കൃതിക്കാണ് 2026 ഉള്ളൂർ അവാർഡ് ലഭിച്ചത്. ഉള്ളൂർ അവാർഡ്. അടുത്ത ചോദ്യവും പ്രധാനപ്പെട്ടത്. ഒരു ചോദ്യം പോലും ഈ ക്ലാസ്സിൽ ഒഴിവാക്കാനില്ല. ഓക്കെ. 2026 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസിന് അർഹമായ കൃതി ഒരു തായ്വാൻ കൃതിയാണ്. തായ്വാൻ ട്രാവലോഗ് എന്ന കൃതി. എളുപ്പം പഠിക്കാം. തായ്വാൻ ട്രാവലോഗ്. 2026 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസിന് അർഹമായ കൃതി ഏതാണ്? തായ്വാൻ ട്രാവലോഗ്. തായ്വാനീസ് എഴുത്തുകാരി ഴാങ് ഷുവാങ് സി ആണ് ഈ ഒരു കൃതി രചിച്ചത്. ഇതിനെ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ആരാണ്? ലിൻ കിങ് ആണ്. ലിൻ കിങ് ആണ് ഈ തായ്വാൻ കൃതി ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത്. ഈ കൃതിക്കാണ് ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് 2026 ലഭിച്ചത്. തായ്വാൻ ട്രാവലോഗ്. അടുത്തത് ഒരു പദ്ധതിയാണ്. ക്ഷേത്രഭൂമികൾ സംരക്ഷിക്കുന്നതിനും ക്ഷേത്ര പരിസരങ്ങൾ ഹരിതാഭമാക്കുന്നതിനും വേണ്ടി കേരള ദേവസ്വം വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരാണ് ദേവാരണ്യം. ദേവാരണ്യം. അപ്പൊ ആരോഗ്യ വകുപ്പ്, ദേവസ്വം എന്നിവ കൈകാര്യം ചെയ്യുന്നത് ആരാണ്? മുരളീധരൻ. കെ മുരളീധരൻ ആണ് ഇപ്പോഴത്തെ ദേവസ്വം വകുപ്പ് മന്ത്രി. ക്ഷേത്രഭൂമികൾ സംരക്ഷിക്കുന്നതിനും ക്ഷേത്ര പരിസരങ്ങൾ ഹരിതാഭമാക്കുന്നതിനും വേണ്ടി കേരള ദേവസ്വം വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരെന്താ? ദേവാരണ്യം പദ്ധതി. ദേവാരണ്യം പദ്ധതി. ഓക്കെ, സെറ്റ് അല്ലേ? അപ്പൊ ഇന്ന് ഡിസ്കസ് ചെയ്ത എല്ലാ ക്വസ്റ്റ്യൻസും വളരെ പ്രധാനപ്പെട്ടത്. ക്ലാസ്സിൽ ഇരുന്ന് തന്നെ പഠിച്ചിട്ട് പോയി എന്ന് കരുതുന്നു. നമുക്കൊന്ന് റിവൈസ് ചെയ്തിട്ട് വരാം. ദേവാരണ്യം പദ്ധതി ക്ഷേത്രഭൂമികൾ ഹരിതാഭമാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് തായ്വാൻ ട്രാവലോഗ്. ഉള്ളൂർ അവാർഡ് 2026 യക്ഷികളുടെ പരിണാമം. സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവ ഗാനം 2026 രചിച്ചത് റഫീഖ് അഹമ്മദ്. എക്സൈസ് കമ്മീഷണർ ശ്രീറാം സാംബശിവ റാവു. ഗാന്ധി എ വെജിറ്റേറിയൻ ഇൻ ലണ്ടൻ രാമചന്ദ്ര ഗുഹ രചിച്ച പുസ്തകമാണ്. CBSEയുടെ ചെയർപേഴ്സൺ അല്ലെങ്കിൽ ചെയർമാൻ LP സീതാറാം. എ കൗശികനാണ് കേരളത്തിന്റെ CEO. ഏഷ്യൻ അണ്ടർ-20 ചാമ്പ്യൻഷിപ്പ് 2026 ജേതാക്കൾ ചൈന. ഇതിന്റെ ഇടയ്ക്ക് നമ്മുടെ ബാച്ചിന്റെ കാര്യം മറന്നു പോരുത്. എത്രയും വേഗം തന്നെ കയറി ജോയിൻ ചെയ്തോളൂ. പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം വീണ്ടും പറയേണ്ട കാര്യമില്ലല്ലോ. ഇരുത്തി പഠിപ്പിച്ചതാണ്. ഓക്കെ, ആതിഥേയ രാജ്യം കൂടി ഓർക്കുക. ഈ വർഷത്തേത് അസർബൈജാൻ ആയിരുന്നു എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. പിന്നെ ഇന്ത്യയിലെ റംസാർ സൈറ്റുകളുടെ കാര്യം പറഞ്ഞു. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ടീമിൽ ഉൾപ്പെടുന്ന ആദ്യ മലയാളി തഹസിൻ മുഹമ്മദ് ജംഷീദ് ആണ്. ഓക്കെ, ഇനി IPL കിരീടം 2026 RCB ആണ് നേടിയത്.
മൂന്നാമത്തെ CDS ആരാണ്? സംയുക്ത സൈനിക മേധാവി NS രാജസുബ്രഹ്മണി. ഒന്നാമത്തത് ബിപിൻ റാവത്ത്. രണ്ടാമത്തത് അനിൽ ചൗഹാൻ. കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാർ. ഓക്കെ, അപ്പൊ സെറ്റ് അല്ലേ? ഇതിന്റെ നോട്ട് വേണോന്നുള്ളവര് എസ് എന്ന് താഴെ പറയാ. ഞാൻ എന്തായാലും നോട്ട് ടെലിഗ്രാം ചാനലിൽ ഇട്ട് തന്നേക്കാം. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്